الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أيها الناس أوصيكم إياي أولا بتقوى الله ഉടമസ്ഥനായ റബ്ബുൽ ഇസ്സത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ നിഖില മേഖലയിലും പാലിച്ച് ജീവിതം ധന്യമാക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ തൗഫീഖ് നൽകുന്ന അടിമകളിൽ എന്നെ നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആൻ സൂറത്ത് യൂസഫിൻ്റെ 111 വചനത്തിലൂടെ പ്രിയപ്പെട്ടവരെ ഓർമ്മപ്പെടുത്തുന്ന ഏറെ ശ്രദ്ധേയമായ ഒരു വചനമുണ്ട്. വചനം ഇങ്ങനെയാണ്: ലഖദ് കാന ഫീ ഖസസിഹിം ഇബറുൻ, തീർച്ചയായിട്ടും കഥകളിലും ചരിത്രങ്ങളിലും ഇബറത്തുണ്ട്, ഗുണപാഠങ്ങളുണ്ട് എന്ന് പറഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു ഭാഗം അല്ലാഹു സുബ്ഹാനഹു വ തആല ചരിത്രം പറയാൻ വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. യൂസുഫ് നബി അലൈഹിസ്സലാമയെ കുറിച്ചും ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ കുറിച്ചും ഷുഐബ് നബി അലൈഹിസ്സലാമയെ കുറിച്ചും സക്കരിയ നബി അലൈഹിസ്സലാമയെ കുറിച്ചും മറിയം ബീവിയെ കുറിച്ചും മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചും അങ്ങനെ ഒട്ടനവധി ചരിത്രാധ്യാപനങ്ങൾ ഖുർആനിൻ്റെ വചനങ്ങളിലൂടെ പ്രിയപ്പെട്ടവരെ കാണാൻ കഴിയും. അതാണ് സൂറത്ത് യൂസുഫിൻ്റെ വചനത്തിലൂടെ അല്ലാഹ് പരിചയപ്പെടുത്തിയത്. ലഖദ് കാന ഫീ ഖസസിഹിം ഇബറുൻ, നിശ്ചയമായും കഥകളിൽ ചരിത്രങ്ങളിൽ ഇബറത്തുണ്ട്, മുഅ്മിനീങ്ങൾക്ക് അതിൽ നിന്ന് ഒട്ടനവധി ഗുണപാഠങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, ഹിജറ 2-ാം വർഷം റമദാൻ 17-ന് ബദറിൽ വെച്ച് കൊടുമ്പിരി കൊണ്ട ഒരു യുദ്ധ സാഹചര്യം ഉണ്ടായിരുന്നു.
ആ യുദ്ധം മുസ്ലിം ഉമ്മത്തിനെ ഇന്നും ഓർക്കുവാനും സ്മരിക്കുവാനും അയവർക്കുവാനും ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതും കൊണ്ടുവരേണ്ടാത്തതുമായിട്ടുള്ള എല്ലാ വിഷയങ്ങൾ പഠിക്കാൻ ഇന്നും ഒരു മാതൃകയായ യുദ്ധം. ഇന്നും മുസ്ലിം ഉമ്മത്തിന്റെ രക്തധമനികളിലൂടെ അതിൻ്റെ നീരോട്ടം പ്രിയപ്പെട്ടവരെ ഓടുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണല്ലോ. വല്ലാത്തൊരു പ്രതിസന്ധികളും പ്രയാസങ്ങളും സന്തോഷങ്ങളും നിറഞ്ഞ ദിവസമായിരുന്നു ബദർ എന്നുള്ളത്. ഒരുപാട് ഗുണപാഠങ്ങളാണ്, ഒട്ടനവധി കാര്യങ്ങളാണ് ഇസ്ലാം ദീൻ ആ ബദർ യുദ്ധത്തിലൂടെ മുസ്ലിം ഉമ്മത്തിനെ പഠിപ്പിച്ചു തരുന്നത്. യൗമുൽ ഫുർഖാൻ, സത്യാസത്യ വിവേചന ദിവസമെന്ന് അള്ളാഹു പരിചയപ്പെടുത്തിയ ആ ഒരു ദിവസം ഖുർആൻ തന്നെ പറഞ്ഞല്ലോ, ഖദ് കാന ലക്കും ആയത്തും ഫീ ഫിഅതൈനി ഇൽതഖതാ ഫിഅത്തുൻ തുഖാതിലു ഫീ സബീലില്ലാഹ് വഉഖറാ കാഫിറത്തുൻ യറൗനഹും മിസ്ലൈഹിം റഅയൽ ഐൻ വല്ലാഹു യുഅയ്യിദു ബിനസ്രിഹി മൻ യശാ ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിഉലിൽ അബ്സാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ പ്രിയപ്പെട്ടവരെ, ബദറിൽ ഏറ്റുമുട്ടിയ ആ രണ്ട് വിഭാഗങ്ങളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. ഒരു വിഭാഗം എന്നുള്ളത് ഫിഅത്തുൻ തുഖാതിലു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ അടരാടി പോരാടിയവരാണ് ഒരു വിഭാഗം. വഉഖറാ കാഫിറത്തുൻ, മറുവിഭാഗം അവിശ്വാസികളാണ്. രണ്ട് വിഭാഗമാണ് ഏറ്റുമുട്ടിയതെങ്കിലും പ്രിയപ്പെട്ടവരെ, രണ്ട് വിശ്വാസമായിരുന്നല്ലോ അവിടെ ഏറ്റുമുട്ടിയത്, രണ്ട് ആദർശമായിരുന്നല്ലോ അവിടെ ഏറ്റുമുട്ടിയത്. അതിലെ ഒരു വിഭാഗം ഏതാ? നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ ഫിഅത്തുൻ തുഖാതിലു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി തന്റെ ഉറ്റവരെയോ ഉടയവരെയോ തന്റെ സമ്പത്തോ തന്റെ കുടുംബമോ തന്റെ ആരോഗ്യമോ ഒന്നും പരിഗണിക്കാതെ റബ്ബ് പറഞ്ഞതല്ലേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയല്ലേ എന്നോർത്തിറങ്ങി തിരിച്ചവർ. അവരവരുടെ ഭക്ഷണം കഴിക്കാൻ സമയം കണ്ടില്ല, അവരുടെ ആരോഗ്യത്തെ പ്രിയപ്പെട്ടവരെ പരിഗണിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അബൂ സുഫിയാനിന്റെ കച്ചവട സംഘത്തെ പിടിക്കുക എന്ന ലക്ഷ്യത്തിൽ പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒരു കൊച്ചു സംഘവും മാത്രമാണ് പ്രവാചകനോടൊപ്പം ഉണ്ടായിരുന്നത്. ഒപ്പമുണ്ടായിരുന്നത് ക്ലാവ് പിടിച്ച കടാരകളും മൂർച്ചയില്ലാത്ത വാളുകളും ഒട്ടിയുണങ്ങിയ ഒട്ടകങ്ങളും കുതിരകളും മാത്രമാണ് പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഉണ്ടായിരുന്നത്. ആ സ്വർഗമുണ്ട് എന്ന് പറഞ്ഞപ്പോ ഫിയത്തുൻ തുഖാതിലു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങി തിരിച്ചൊരു വിഭാഗം, അവര് ദുനിയവിയായ ഒരു നേട്ടവും അവര് കണ്ടിട്ടില്ല, ദുനിയവിയായ ഒരു പ്രതീക്ഷയും അവർക്കുണ്ടായിട്ടില്ല. റബ്ബ് പറഞ്ഞു, റസൂലുള്ള പറഞ്ഞു, ഞങ്ങൾ ഒരുക്കമാണ് ഈ യുദ്ധത്തിൽ ഇറങ്ങി തിരിക്കാൻ എന്ന് പറഞ്ഞിറങ്ങി തിരിച്ചവർ ഒരു വിഭാഗം. രണ്ടാമത് വിഭാഗം മറുവിഭാഗം കാഫിരീങ്ങളാണ്, അവിശ്വാസിനികളാണ്. അവരുടെ ഗർവ് കാണിക്കാൻ, അവരുടെ അഹങ്കാരം കാണിക്കാൻ, മുസ്ലിം ഉമ്മത്തിനെ മൊത്തത്തിൽ ഉന്മൂലനം ചെയ്യാൻ അബൂജഹലിന്റെ നേതൃത്വത്തിൽ ഇറങ്ങി തിരിച്ച വൃത്തികേടുകളും തമ്മാടിത്തരങ്ങളും കൂപ്പുകുത്തിയ ഒരു സംഘമായിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ നേരിലേക്ക് ഇറങ്ങി തിരിച്ച ഒരു വിഭാഗം. ഈ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലായിരുന്നു പ്രിയപ്പെട്ടവരെ ബദർ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. രണ്ടുപേരുടെയും ആദർശത്തിന് ചെറിയ സാമ്യങ്ങൾ ഉണ്ടായിരുന്നു. എന്റെ അബൂജഹലും പ്രാർത്ഥിച്ചത് റബ്ബിനോടാ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പ്രാർത്ഥിച്ചത് റബ്ബിനോടാ. എന്നാൽ അബൂജഹലെ ചില കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർത്തു. അള്ളാഹുവിന്റെ റസൂല് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഒതുങ്ങാത്ത ചില കാര്യങ്ങൾ അബൂജഹൽ കൂട്ടിച്ചേർത്തു. അള്ളാഹുവിനോടും പ്രാർത്ഥിക്കുന്നു, എന്നാൽ ലാത്തയെയും ഉസ്സയെയും മനാത്തയെയും അവര് പല കാര്യങ്ങൾക്കും ഇടയാളന്മാരായി സ്വീകരിച്ച്
ആ ഒരു ഇടയാളന്മാരാക്കി തീർത്തു. അതാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ. ഞങ്ങളെ ഈ ലാത്തയെയും ഉസ്സയെയും മനാത്തയെയും ഇബ്രാഹിം നബിയെയും ഇസ്മായിൽ നബിയെയും ഞങ്ങൾ ഇടയാളന്മാരാക്കുന്നത് മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ. അല്ലാഹുവിലേക്ക് ഞങ്ങൾ അടുപ്പിക്കാനുള്ള മാധ്യമമാണ്, ഞങ്ങളെ റബ്ബിലേക്ക് അടുപ്പിക്കാനുള്ള മാധ്യമമായിട്ടാണ് അവരെ ഞങ്ങൾ കാണുന്നത്. രണ്ടാമത്തെ വിഷയം എന്താ? അല്ലാഹുവിന്റെ അരികില് ഞങ്ങൾക്ക് ശുപാർശകരായി ലാത്തയും ഉസ്സയും മനാത്തയും പോലുള്ളവരുണ്ടാകും. ഇതായിരുന്നു അബൂജഹലിന്റെ വിശ്വാസം. അള്ളാഹുവിനെ അംഗീകരിച്ചവരായിരുന്നു. ആരാണ് മഴ പെയ്യിപ്പിക്കുന്നത് ചോദിച്ചാൽ മക്കയിലെ ഏതൊരു മുശ്രിക്കും പറയുമായിരുന്നു, ആകാശഭൂമികളെ സൃഷ്ടിച്ചതാരെന്ന് ചോദിച്ചാൽ അവരുടെ ഒരേ ഒരു മറുപടി അല്ലാഹ് എന്നായിരുന്നു. ആരാണ് സഖറ ശംസ വൽ ഖമറ, സൂര്യനെയും ചന്ദ്രനെയും പരിപാലിക്കുന്നത്, നിയന്ത്രിക്കുന്നതെന്ന് ചോദിച്ചാൽ അവരുടെ മറുപടി അല്ലാഹു ആയിരുന്നു എന്നാണ്. ആരാണ് മഴ പെയ്യിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ, ആരാണ് ഉപജീവനം നൽകുന്നതെന്ന് ചോദിച്ചാൽ അവരുടെ മറുപടി അല്ലാഹു ആയിരുന്നു എന്നുള്ളതാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശ്വാസത്തിൽ നിന്നും ചില കാര്യങ്ങൾ അവർ കൂട്ടിച്ചേർത്തു. അതാണ് അവരുടെ തൽബിയത്തിൽ കാണാൻ കഴിയുക. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക്, അല്ലാഹുവേ നിന്റെ വിളിക്കുത്തരം നൽകി ഞങ്ങൾ ഇതാ ഇവിടെ വന്നിട്ടുണ്ട്. ലബ്ബൈക ലാ ശരീക ലക്, ലബ്ബൈക ലാ ശരീക ലക്, നിനക്ക് പങ്കുകാരനായി ആരുമില്ല. പക്ഷെ അവര് കുറച്ച് കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർത്തു. ഇല്ലാ ശരീകൻ ഹുവലക തംലികുഹു വമാ മലക, ഒരു ശരീക്ക് ഒഴികെ അവൻ എങ്ങനെയുള്ളവനാണ്, സ്വന്തമായി കഴിവില്ല. ഹുവലക തംലികുഹു, അവൻ നിന്നിലാണ് ഉടമപ്പെടുത്തിയിട്ടുള്ളത്. അവന് സമതീയത്തില്ല, അവന് സ്വയം പര്യാപ്തയില്ല. അങ്ങനെ ഒരു ശരീക്ക്, ഒരു പങ്കുകാരന് നിനക്കുണ്ട്. അല്ലാതെ മറ്റുള്ളവയിൽ നിന്നൊക്കെ നീ എല്ലാം കൊണ്ടും ഉത്തമനാണ് എന്ന ബോധ്യം പ്രിയപ്പെട്ടവരെ മക്കയിലെ മുശ്രിക്കീങ്ങൾക്ക് ഉണ്ടായിരുന്നു. അവർ തവാഫ് ചെയ്തിരുന്നു, അവർ ഹജ്ജ് ചെയ്തിരുന്നു, അവർ നമസ്കരിച്ചിരുന്നു, എല്ലാ കർമ്മങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ഈ ചില വിശ്വാസങ്ങൾ, ഏത് വിശ്വാസം? ഞങ്ങൾക്ക് റഹ്മാനായ റബ്ബിന്റെ അരികില് ശുപാർശകരായിട്ടുള്ളവരാണ് അവർ എന്നുള്ള ആ ഒരു വിശ്വാസം ഇല്ലേ. റഹ്മാനായ റബ്ബിന്റെ അരികിലെ അടുപ്പിക്കാനുള്ള മാധ്യമങ്ങളാണ് എന്ന ഈ രണ്ട് ചിന്തകളായിരുന്നു അവരെ മുശ്രിക്ക് എന്നുള്ള കാറ്റഗറിയിലേക്ക് പ്രിയപ്പെട്ടവരെ വഴി തെളിയിച്ചതെങ്കിൽ ഖാലിദൻ മുഖല്ലദൻ ഫിന്നാർ, അവർ നരകത്തിലാണ് എന്ന് ഇസ്ലാമിക അധ്യാപനങ്ങൾ പഠിപ്പിച്ചു തരാൻ ഈ രണ്ട് വിശ്വാസമായിരുന്നു കാരണമെങ്കിൽ ഈ രണ്ട് വിശ്വാസങ്ങൾ തമ്മിലായിരുന്നു ആ ഒരു ബദർ നടന്നത് എന്നുള്ളത് കൃത്യമായി പ്രിയപ്പെട്ടവരെ ചരിത്രാധ്യാപനങ്ങളിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയും. നോക്കിയേ നിങ്ങളെ, അബൂജഹൽ പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലാഹുമ്മ അഖ്തഉനാ ലിർറഹിമി വഅതാനാ ബിമാ ലാ യുഅറഫു. എത്ര മനോഹരമായിട്ടുള്ള പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ എന്ന് വിളിച്ചിട്ടാണ് അബൂജഹൽ പ്രാർത്ഥിക്കുന്നത്. അല്ലാഹുവേ, ഏറ്റവും ഖൈറായതിനെ, അയ്യനാ കാന ഖൈറൻ ഇൻദക ഫൻസുറുഹു, ഈ ഇരുവിഭാഗത്തില് ഏറ്റവും ഖൈറായതിനെ നീ സഹായിക്കണേ. അബൂജഹലും പ്രാർത്ഥിച്ചത് പ്രിയപ്പെട്ടവരെ ആ സന്ദർഭത്തിൽ അള്ളാഹിനോടാ. എന്നാൽ അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രാർത്ഥന എന്താ? അല്ലാഹുമ്മ അൻജിസ്ലി മാ വഅദ്തനി, അല്ലാഹുമ്മ ആതി മാ വഅദ്തനി, അല്ലാഹുമ്മ ഇൻ തുഹ്ലിക ഹാദിഹിൽ ഇസാബ മിൻ അഹ്ലിൽ ഇസ്ലാമി ലാ തുഅബദ ഫിൽ അർളി അബദാ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് നൽകിയ വാഗ്ദാനത്തെ നിറവേറ്റി തരണേ നാഥാ. അല്ലാഹുമ്മ ഇൻ തുഹ്ലിക ഹാദിഹിൽ ഇസാബ, പടച്ച റബ്ബേ, ഈ കൊച്ചു സംഘത്തെ എങ്ങാനും നീ നശിപ്പിക്കുകയാണെങ്കിൽ നിന്നെ ആരാധിക്കാനുള്ള ആളുകൾ ബാക്കിയുണ്ടാവില്ല അല്ലാഹ്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹിന്റെ റസൂലിന്റെ കക്ഷത്തിന്റെ വെള്ളകാണുമാർ പ്രിയപ്പെട്ടവരെ ആകാശത്തിലേക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നുണ്ട്. അബൂജഹലും പടച്ചവനോട് പ്രാർത്ഥിച്ചു. എന്നാൽ അബൂജഹലിന്റെ വിശ്വാസത്തിന് ചില കാര്യങ്ങൾ ഉൾപ്പെട്ടത് കൊണ്ട് പ്രവാചകൻ അവർക്കെതിരെ നിലകൊണ്ടു എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തായിരുന്നു പ്രിയപ്പെട്ടവരെ ബദറിൽ നടന്നത് അല്ലേ? രണ്ട് കക്ഷികൾ തമ്മിൽ ഏറ്റുമുട്ടിയിട്ട് ചില വ്യക്തികളുടെ തലകൾ വിച്ഛേദിക്കുക എന്നുള്ളതല്ല ബദറിൽ നടന്നത്. ഹക്ക് പ്രിയപ്പെട്ടവരെ സ്ഥിര കൊണ്ടോ അതേ നിരർത്ഥകമായിട്ടുള്ള അസത്യമേറുന്ന അസത്യത്തെ ഫലശൂന്യമാക്കി. ഇതാണ് ബദറിൽ നടന്നത്. ഇസ്ലാമില് ഒന്നാമതായി നടന്ന യുദ്ധമാണ് ബദർ എന്ന് പ്രിയപ്പെട്ടവരെ നമുക്കൊക്കെ അറിയാം. ഒന്നുമില്ല, യുദ്ധത്തിന്റെ തന്ത്രങ്ങൾ അറിയില്ല, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയില്ല, പ്രവാചകനോടൊപ്പം സഹാബത്തിനോടൊപ്പം ഒന്നുമില്ല. ക്ലാവ് പിടിച്ച കടാരകൾ, മൂർച്ചയില്ലാത്ത വാളുകൾ, കൊച്ചു സംഘാണ് ഒപ്പം ഉള്ളത്. പക്ഷേ അവർ അള്ളാഹുവിന് വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഇറങ്ങി തിരിച്ചപ്പോ ഒരുപാട് ഗുണപാഠങ്ങൾ പ്രിയപ്പെട്ടവരെ ആ ബദറിൽ ഉണ്ട് എന്നുള്ളതാണ് അല്ലേ? ഒറ്റക്കല്ല റസൂലേ, ഞങ്ങളുണ്ട് എന്ന് പറയാൻ ആ കൊച്ചു സംഘത്തിന് കഴിഞ്ഞതിന്റെ പേരാണ് പ്രിയപ്പെട്ടവരെ സ്വർഗം എന്നുള്ളത്. നോക്കിയേ നിങ്ങള്, സഹാബത്തെ എണീച്ചെന്നുകൊണ്ട് പറയാ മിഖ്ദാദ് ഇബ്നുൽ അസ്വദ് റളിയല്ലാഹു തആല അൻഹു. നിസാരം കേട്ടോ, വെറുതെ പഞ്ച് ഡയലോഗുകൾ അടിച്ചതല്ല. ബദറാണ് മുന്നിൽ കാണുന്നത്. അബൂജഹലും കൂട്ടരുമാണ് മുന്നിലുള്ളത്. മൂർച്ചയുള്ള വാളുകളുണ്ട്, കൂരമ്പുകളുണ്ട്, വെട്ടി നുറുക്കാൻ കഴിയുന്ന ദുജവാഹകർ അബൂജഹലിന്റെ ഒപ്പമുണ്ട്. ഇവിടെ സഹാബത്ത് പട്ടിണി പാവങ്ങളാ, ഒട്ടിയ വയറുമായിട്ടാണ് ബദറിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആശ്വാസമേകുന്ന വാചകങ്ങളാണ് മിഖ്ദാദ് ഇബ്നുൽ അസ്വദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നാ ലാ നഖൂലു ലക കമാ ഖാലത് ബനൂ ഇസ്രായീൽ, ബനൂ ഇസ്രായേലുകാർ മൂസാ നബി അലൈഹിസ്സലാമയോട് പറഞ്ഞതുപോലെ റസൂലേ ഞങ്ങൾ ഒരിക്കലും പറയൂലട്ടോ. ഫദബ അൻത വറബ്ബുക ഫഖാതിലാ ഇന്നാ ഹാഉനാ ഖാഇദൂൻ, നീ നിന്റെ രക്ഷിതാവും പോയി യുദ്ധം ചെയ്തോ, ഞങ്ങൾ അതിലേക്ക് കിട്ടൂല എന്നുള്ള വാചകം ഞങ്ങൾ പറയില്ല. പിന്നെ എന്തേ ഞങ്ങൾ പറയാ? പിന്നെ എന്താണ് ഞങ്ങൾ പറയുക എന്നറിയോ? റസൂലേ, താങ്കളുടെ മുന്നിലും പിറകിലും വലതുവശത്തും ഇടതുവശത്തുമായി ഞങ്ങൾ ഉണ്ടാകും റസൂലേ, താങ്കൾക്ക് തണലും താങ്ങുമായി ഞങ്ങൾ ഉണ്ടാകും റസൂലേ. ഒന്നുമില്ലാതിട്ട് പോലും അവരുടെ മനസ്സിലാ കഴിവുണ്ടല്ലോ, അവരുടെ ആ ധീരതയുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, അതിനെ നാം പ്രശംസിച്ചേ മതിയാകൂ. കഴിഞ്ഞോ നിങ്ങൾ? ഇല്ല അല്ലേ? സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, യാ റസൂലല്ലാഹ്, ഇയ്യാനാ തുരീദു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങളെ കൊണ്ട് താങ്കളുടെ ഉദ്ദേശം എന്താണ്? ആ ഉദ്ദേശം നിറവേറ്റി തരാൻ ഞങ്ങൾ തയ്യാറാ. വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ വലങ്കൈ ആരാണ് ഉടമപ്പെടുത്തിയിട്ടുള്ളത്? അല്ലാഹുവാണ് സത്യം. റസൂലേ, താങ്കൾ കടലിന്റെ ആഴിയിലേക്ക് ഇറങ്ങാൻ ഞങ്ങളോട് ആവശ്യപ്പെട്ടാലും റസൂലേ, താങ്കളോടൊപ്പം ഞങ്ങളുമുണ്ട് എന്ന ആ വലിയ കരുത്തേകുന്ന വാചകങ്ങളും അതിനനുസരിച്ച പ്രവർത്തനങ്ങളും ഉണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, നമുക്കൊന്നും പറയാൻ കഴിയൂല. യുദ്ധമൊക്കെ ഇങ്ങനെ കാണുന്ന സമയത്ത് ഒന്നുമില്ലാത്തത്, മറ്റാരും സഹായിക്കാനില്ല എന്നുള്ള ചിന്തയിൽ പോലും അവരിങ്ങോട്ട് ഇറങ്ങാണ്. ലോ അമർത്തന റസൂലേ, താങ്കൾ ഞങ്ങളോട് കൽപ്പിക്കുകയാണ്, കടലിന്റെ ആഴിയിലേക്ക് ഞങ്ങളോട് ഇറങ്ങാൻ ആവശ്യപ്പെട്ടാലും ഞങ്ങൾ ഇറങ്ങും റസൂലേ, താങ്കളോടൊപ്പം. അതായിരുന്നു സഹാബത്ത് പ്രിയപ്പെട്ടവരെ. ബദറിലെ പ്രവാചകനെ താങ്ങും തണലുമാകാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ള യാഥാർത്ഥ്യം നമ്മളെപ്പോഴും അറിയേണ്ടതുണ്ട്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി, മുത്തുനബി നമ്മോടൊപ്പമില്ല. അള്ളാഹുവിന്റെ റസൂൽ ബാക്കി വെച്ച ദീനിന്റെ അധ്യാപനങ്ങൾ, മതത്തിന്റെ അധ്യാപനങ്ങൾ, ആ രൂപത്തിലുള്ള വാചകങ്ങൾ പ്രിയപ്പെട്ടവരെ നിലനിൽക്കുന്നുണ്ട്. റസൂലുള്ളാഹിനെ സ്നേഹിക്കാനും റസൂലുള്ളാഹിനെ ചേർത്തി വെക്കാനും റസൂലുള്ളാഹിനെ തോളോട് തോൾ ചേർക്കാനും ആ സഹാബത്ത് കാണിച്ച ത്വരയുണ്ടല്ലോ, ആഗ്രഹമുണ്ടല്ലോ, താല്പര്യമുണ്ടല്ലോ. ആ പ്രവാചകന്റെ ഭീകരയും സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോടൊപ്പമല്ല. വദീനുഹു ബാക്കി, റസൂലുള്ള ബാക്കി വെച്ച ദീനുണ്ട് പ്രിയപ്പെട്ടവരെ. ആ ദീനിനെ മുറുകെ പിടിച്ച്, ആ ദീനിനെ സ്നേഹിച്ച് റസൂലുള്ളാഹിന്റെ അധ്യാപനങ്ങളെ നെഞ്ചിലേക്ക് ജീവിതത്തിൽ പ്രാവർത്തികമായി
കരഗതമാക്കി മുന്നോട്ട് പോകുമ്പോൾ ആ റസൂലുള്ളാഹിനെ ഇഷ്ടപ്പെടുന്ന മുഹിബ്ബീങ്ങളിൽ, പ്രവാചകന്റെ ഇഷ്ടം കരഗതമാക്കുന്നവരിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ഉൾപ്പെടുമെന്നുള്ളത് നാം ഏറെ ഗൗരവത്തോടുകൂടെ തന്നെ കാണേണ്ടതുണ്ട്. ബദറിലെ വലിയൊരു പ്രതിസന്ധി അല്ലേ, കാരണം കൊച്ചു സംഘം അവിടെ ഉള്ളത്, അപ്പുറത്ത് വലിയ സംഘം, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. കൃത്യമായ റഹ്മാനായ റബ്ബിനോട് പ്രാർത്ഥിച്ച് എല്ലാം ചെയ്തു. അള്ളാഹുവിന്റെ വഹീ മുഖേനയാണ് ബദർക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. എന്നിട്ട് പോലും പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടിയാലോചന എന്നുള്ള ഏറ്റവും മഹത്തരമേറിയ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തി എന്നുള്ളതാ. എനിക്കെൻ്റെ അള്ളാഹ് വഹീ നൽകുമല്ലോ, അതുകൊണ്ട് ഞാൻ ഒരു കാര്യമായിട്ടാണ് മുന്നിക്കിറങ്ങും, നിങ്ങൾ പിറകിലുണ്ടായാൽ മതി എന്നുള്ള ഒരു വാചകം നല്ല പ്രവാചകന്റെ പക്കൽ നിന്ന് കടന്നു വന്നത്. പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട്, സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹുവിനോടൊക്കെ പ്രിയപ്പെട്ടവരെ കൃത്യമായി കൂട്ടിയാലോചന നടത്തുന്നുണ്ട്. സഹാബത്തിനെ വിളിച്ച് എവിടെ തമ്പടിക്കണം, എവിടെയാണ്, ഇവിടെ വെള്ളമുണ്ടല്ലോ, അങ്ങനെയുണ്ടല്ലോ, കൃത്യമായ ധാരണകൾ പരസ്പരം പകുത്തു നൽകിയിട്ടുള്ള ഒരു ഒരുക്കം ബദറിന് വേണ്ടി പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടിരുന്നു. അതിനു വേണ്ടിയിട്ട് സമയം പ്രവാചകൻ ചെലവഴിച്ചിരുന്നു എന്നുള്ളതാണ് മുസ്ലിം ഉമ്മത്തിന്റെ ഏറ്റവും നല്ലൊരു ഗുണമാണ് പ്രിയപ്പെട്ടവരെ. മുഷാവറ എന്നുള്ളത്, കൂടിയാലോചന എന്നുള്ളത്. എന്തൊരു പ്രതിസന്ധി വരുമ്പോഴും എന്തൊരു ബുദ്ധിമുട്ട് വരുമ്പോഴും അതൊന്ന് കൂടിയാലോചിച്ച് അതിന് പരിഹാരം കാണുമ്പോൾ സുന്ദരമായ പരിഹാരങ്ങളായിരിക്കും പ്രിയപ്പെട്ടവരെ അവിടെ ജനിക്കുക. കുടുംബത്തിന്റെ പ്രശ്നങ്ങളാണോ, മക്കളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണോ, എല്ലാം ഒറ്റയ്ക്ക് തലക്ക് മുകളിൽ അങ്ങനെ കുന്നുകൂട്ടി വെച്ചുകൊണ്ട് അത് പരസ്പരം ആരോടും പറയാതെ, അത് പരസ്പരം ആരുമായി പങ്കുവെക്കാതെ അതങ്ങനെ മുന്നോട്ട് പോകും. ആ രീതി ശരിയല്ല പ്രിയപ്പെട്ടവരെ. ഈ പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എല്ലാവിധ സഹായവും റബ്ബിന്റെ പക്കൽ നിന്ന് ഉണ്ടാവുമെന്ന ബോധ്യമുണ്ടായിട്ട് പോലും പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടിയാലോചന എന്നുള്ള വലിയൊരു ദൗത്യത്തിന് പ്രവാചകൻ ഇറങ്ങിത്തിരിച്ചു എന്നൊരു മാതൃക. അത് കുടുംബരംഗത്താകട്ടെ, പള്ളിയുമായി ബന്ധപ്പെട്ട രംഗത്താവട്ടെ, സംഘടനയുമായി ബന്ധപ്പെട്ട രംഗത്താവട്ടെ, അങ്ങനെ എല്ലാ രംഗത്തും ആ ഒരു മാതൃക പാലിക്കുമ്പോൾ വലിയ വിജയമായിരിക്കും, വലിയ റിസൾട്ട് ആയിരിക്കും അവിടെ ഉണ്ടാവുക എന്ന ഒരു ഉത്തമ ബോധ്യം നമുക്കുണ്ടാകണം പ്രിയപ്പെട്ടവരെ. ബദർ നൽകുന്ന പാടെന്താ? നമ്മൾ പറഞ്ഞു, ഒന്നാമത്തെ യുദ്ധ ബദർ എന്നുള്ളത് അല്ലേ, തൻ്റെ ഒറ്റവരും ഉടയവരും കൂടുതൽ മറുവശത്താണുള്ളത്. പലപ്പോഴും ഒക്കെ ചർച്ച ചെയ്യുമ്പോൾ മറ്റുമൊക്കെ പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സിൽ വരേണ്ട ചില ചരിത്രങ്ങളാണ്. ദീനിന് മുന്നിൽ കണ്ടപ്പോഴേ, സ്വർഗം കണ്ട് മുന്നിൽ കണ്ടപ്പോൾ അവർക്ക് മറ്റൊന്നും ഒരു വിലയും അവർ കൽപ്പിച്ചില്ല എന്നുള്ളതാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ ഒട്ടനവധി സ്വഹാബത്തിന്റെ ചരിത്രം കാണാൻ കഴിയും. അബൂ ഹുദൈഫ റളിയല്ലാഹു തആല അൻഹുവിന്റെ പിതാവ് അല്ലേ, ഉത്ബത്ത് ബിൻ റബീഅ മുശ്രിക്ക. നോക്കിയാ നിങ്ങൾ, ബദറിൽ ഇങ്ങനെ മുന്നിൽ കാണുകയാണ്. ആ ബദറിൽ ഇങ്ങനെ മുന്നിൽ കാണുന്ന സമയത്ത് വാള് പിൻവലിക്കുന്നുണ്ട്. വീണ്ടും ഞാൻ എന്തിനു വാള് പിൻവലിക്കണം? കാരണം വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ളതാ. വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള ഏറ്റുമുട്ടല. ഉപ്പയും മോനുമല്ല, മകനും വാപ്പയുമല്ല. തലവിച്ഛേദിക്കുവാനും പ്രിയപ്പെട്ടവരെ ആ രൂപത്തില് ഇടപെടുവാനും അവർക്ക് യാതൊരു മടിയും ആ സന്ദർഭത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാ. സഹോദരൻ വലീദ് അവിടെ ഉണ്ടായിട്ടുണ്ട്. നോക്കിയേ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മകൻ അബ്ദുറഹ്മാൻ ശത്രുപക്ഷത്തായിരുന്നു, പിന്നീട് ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്. നോക്കിയേ നിങ്ങളെ, അങ്ങനെ ഒട്ടനവധി ആ സങ്കടകരമായ കാഴ്ചകൾക്ക് അവരുടെ മുന്നിലുണ്ടായിട്ട് പോലും ഇത് അള്ളാന്റെ മാർഗത്തിലാ, ഇതിന്റെ ഊക്ക് തെളിയിക്കാനെന്നല്ല, ഇതിന്റെ കഴിവ് തെളിയിക്കാനെന്നല്ല എന്ന ചിന്തയില് ഇറങ്ങിത്തിരിക്കുന്ന രംഗത്ത് പ്രിയപ്പെട്ടവരെ അവർക്കൊരു മടിയും ഉണ്ടായിരുന്നില്ല. ബദറിന്റെ ഇസ്ലാമിക പതാകവാഹകനായ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു തആല അൻഹുവിന്റെ നോക്കിയ സഹോദരൻ പ്രിയപ്പെട്ടവരെ അബൂ അസീസ് ശത്രുപക്ഷത്താണ്. തന്റെ വാളിന്റെ മൂർച്ച അറിയിക്കാൻ ഒരു മടിയും കാണിക്കാതെ, അത് തന്റെ സഹോദരന് ഇഷ്ടമില്ലാത്തതുകൊണ്ടൊന്നല്ല, അവിടെ ബന്ദിയാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ധാരണ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു തആല അൻഹു കാണുന്നുണ്ട്. കാരണം ഉമ്മ വലിയ ധനാഢ്യനാണ്, ഉമ്മ വലിയ സമ്പന്നയാണ്, നല്ല പൈസ ഉള്ളവളാണ് ഉമ്മ പുറത്താക്കിയതാ. ആ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രിയപ്പെട്ടവരെ ആ ഷഹീദായ രംഗങ്ങളൊക്കെ ഉഹദിന്റെ മണ്ണിൽ നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ അല്ലെ. എന്താണ് അവസ്ഥ?
തലമറച്ചപ്പോൾ കാല് മറിച്ചപ്പോൾ തല വെളിവാകുന്ന അവസ്ഥ. ധനാട്യനായിരുന്നു, സമ്പന്നനായിരുന്നു. ദീന് കണ്ട് ഉൾക്കൊണ്ടപ്പോ അതൊന്നും അവർക്ക് വലിയ ഒരു ചിന്തയായി മാറിയില്ല, വലിയൊരു ഇമ്പോർട്ടന്റ് അതിനല്ല അവർ നൽകിയത് എന്ന ഉത്തമമായ ബോധ്യവും ചിന്തയും ഒക്കെ ഈ ബദറിന്റെ ചരിത്രങ്ങളൊക്കെ അയവർക്കുമ്പോ പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടാകേണ്ടതുണ്ട്. റബ്ബുമായി ബന്ധപ്പെട്ട ഒരു ആദർശവുമായിട്ടാണോ നമ്മൾ മുന്നോട്ട് പോകുന്നത്? റബ്ബിന്റെ സഹായം ഉണ്ടാകും, അതിൽ യാതൊരുവിധ സംശയമില്ല. റബ്ബിന്റെ ദീനിന് വേണ്ടി ഇറങ്ങിത്തിരിക്കാൻ നമുക്ക് മടിയില്ലേ? നമ്മുടെ വിഷയത്തിൽ ഇറങ്ങിത്തിരിക്കാൻ റബ്ബ് മടി കാണിക്കില്ല. പ്രിയപ്പെട്ടവരെ, റബ്ബുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നമുക്ക് താല്പര്യവും ത്വരയും ആഗ്രഹമുണ്ടോ? നമ്മളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും റഹ്മാനായ റബ്ബിന് വലിയ താല്പര്യവും വലിയ ത്വരയും ഉണ്ടാകുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവും നമുക്കുണ്ടാകാൻ പാടില്ല. ഖുർആൻ എത്ര മനോഹരമായിട്ടാണ് പ്രിയപ്പെട്ടവരെ ആ വിഷയങ്ങളൊക്കെ എടുത്തു പറയുന്നത്. കമ്മിൻ ഫിയത്തിൻ ഖലീലത്തിൻ ഗലബത് ഫിയതൻ കസീറ. എത്ര മനോഹരമായിട്ടാണ് പ്രിയപ്പെട്ടവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം വിഷയങ്ങൾ പഠിപ്പിക്കുന്നത്. കമ്മിൻ ഫിയത്തിൻ ഖലീല, എത്ര ചെറിയ സംഘങ്ങളാണ് പ്രിയപ്പെട്ടവരെ ഗലബത് ഫിയതൻ കസീറ, വലിയ സംഘങ്ങളെ കീഴ്പ്പെടുത്തിയത്. എങ്ങനെയാണ് അവർ കീഴ്പ്പെടുത്തിയത്? ബിഇദ്നില്ലാഹ്, അള്ളാഹുവിന്റെ അനുമതി പ്രകാരം. എത്ര ചെറിയ സംഘങ്ങളാണ് വലിയ സംഘങ്ങളെ കീഴ്പ്പെടുത്തിയത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ ഖുർആനിൽ എന്താ പറഞ്ഞത്? നബിയെ റസൂലുള്ളാഹ് ഒരു പിടി മണ്ണിന് വലിച്ചെറിഞ്ഞപ്പോൾ എല്ലാവരുടെയും കണ്ണിലേക്കാകുന്ന അവസ്ഥ, അല്ലെ? വെട്ടാതെ വെട്ടിപ്പോകുന്ന തലകൾ വിച്ഛേദിച്ചു പോകുന്ന അവസ്ഥ. അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ ഇറക്കിയിട്ടാണ് സഹായിക്കുക. എന്താ പ്രിയപ്പെട്ടവരെ, ഇത് ബദറിൽ മാത്രമാണോ? ഒരിക്കലും അല്ല കേട്ടോ. ഇത് ഉഹദിന് മാത്രമാണോ? ഇത് ഖന്തക്കിന് മാത്രമാണോ? ഒരിക്കലല്ല. നിങ്ങൾ അള്ളാഹിനെ സഹായിക്കുകയാണെങ്കിൽ അള്ളാഹ് നിങ്ങളെയും സഹായിക്കും. നിങ്ങളുടെ കാലുകൾക്ക് സ്ഥൈര്യം റഹ്മാനായ റബ്ബ് നൽകുമെന്ന അള്ളാഹുവിന്റെ അധ്യാപനം പ്രിയപ്പെട്ടവരെ, ആരൊക്കെ എന്നൊക്കെ മുറുകെ പിടിക്കുന്നുവോ അവിടെ റബ്ബിന്റെ സഹായം. അതാണ് ബദർ. നമുക്കൊക്കെ ചിന്തിക്കാനും ഭാവനയിൽ കൊണ്ടുവന്നാലും പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയില്ല. ബദറിൽ പോയി ഉംറ സംഘങ്ങളും ഹജ്ജിന് പോകുന്നവരൊക്കെ ബദറിൽ പോയിട്ട് ആ ഒരു പ്രദേശം കാണുമ്പോൾ നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല. അത് കണ്ടറിഞ്ഞ മനസ്സിലാക്കിയവർ പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലേ ബദറിന് ശേഷവും ജീവിച്ചിരുന്ന സ്വഹാബത്തിന് വലിയ പദവികൾ കൊടുത്തിട്ടുണ്ട്. അവരുടെ ഭാഗത്തു നിന്നുള്ള തെറ്റുകളെ അതല്ലാഹു പുറത്തു കൊടുത്തിട്ടുണ്ട്. അവർക്കെതിരെ പ്രവർത്തിക്കരുതെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഹാത്തിം ഇബ്നു അബീ ബൽത റളിയല്ലാഹു തആല അൻഹു മക്കം ഫത്ഹിന്റെ സമയത്ത് മദീനയിൽ നിന്ന് പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും മക്ക വിജയിച്ചടക്കാൻ വേണ്ടിയിട്ട് കടന്നു വരുന്ന ഒരു സന്ദർഭമുണ്ട്. തന്റെ കുടുംബങ്ങൾ, തന്റെ സമ്പത്ത് എല്ലാം ഹാത്തിമിന്റെ മക്കയിലാണുള്ളത്. വിവരം അറിയിച്ചാല് ആ സമ്പത്തൊന്ന് സംരക്ഷിക്കാം, തന്റെ കുടുംബത്തെ വിവരം അറിയിക്കാം. പ്രവാചകനെയും സഹാബത്തിനെയും ഒറ്റിക്കൊടുക്കണമെന്ന ചിന്തയൊന്നും ഹാത്തിമിന് ഉണ്ടായിരുന്നിട്ടില്ല. പക്ഷേ ആ ഹാത്തിം അബീ ബൽത ഉമ്മു സാറ എന്ന് പറഞ്ഞൊരു പെണ്ണിന്റെ കയ്യിൽ ഒരു കത്ത് കൊടുത്തയക്കാണ്. കത്തിന്റെ ലക്ഷ്യം കുടുംബത്തെ അറിയിക്കണം, പ്രവാചകനും സഹാബത്തും പോരുന്നുണ്ട് എന്നുള്ളത്. അത് വലിയ വിപത്തിന് കാരണമാകുമെന്ന് റഹ്മാനായ റബ്ബിനറിയാം. അള്ളാഹ് വഹി ഇറക്കി കൊടുക്കാം. പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇങ്ങനെ ഒരു പെണ്ണിന്റെ കയ്യിലെ കത്ത് കൊടുത്തു വിട്ടിട്ടുണ്ട്. റസൂലുള്ളാഹ് സഹാബത്തിനെ പറഞ്ഞയച്ച് ആ ഉമ്മു സാറ എന്ന് പറഞ്ഞ പെണ്ണിന്റെ കയ്യിൽ നിന്ന് കത്തുമായി പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ കടന്നു വരുന്നുണ്ട്. അങ്ങനെ ഹാത്തിം അബൂ ബൽത റളിയല്ലാഹു തആല എന്നെ കൊണ്ടുവരുന്നുണ്ട്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അപ്പുറത്ത് നിൽക്കുക. ദഅനി യാ റസൂലല്ലാഹ് അളിരിബ് ഉൻക ഹാദൽ മുനാഫിക്, ഈ കപട വിശ്വാസിയുടെ തല ഞാൻ എടുക്കട്ടെ റസൂലേ, ഇങ്ങോട്ട് മാറ്റിത്തരുന്നാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ആ സമയത്ത് റസൂലുള്ളാഹി പറഞ്ഞൊരു വാചകമുണ്ട്. അരുത് ഉമറേ, ഹാത്തിം ബദറിൽ പങ്കെടുത്തവനാണ്. ബദറിൽ പങ്കെടുത്തവർക്ക് റഹ്മാനായ റബ്ബ് പുറത്തു കൊടുത്തിട്ടുണ്ട്. അവരെല്ലാവരും സ്വർഗത്തിലാണ്. ഹാത്തിമിന്റെ വിഷയത്തിലെ അതിരിക വ്യാനുള്ള അധികാരം നമുക്കില്ല എന്ന് പറഞ്ഞ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം. തീക്ഷണമായ പോരാട്ടമായിരുന്നു പ്രിയപ്പെട്ടവരെ, കഠിനമേറിയ ദിനങ്ങളായിരുന്നു പ്രിയപ്പെട്ടവരെ ബദർ എന്നുള്ളത്. അതുകൊണ്ട് അവരിൽ പലവർക്കും വലിയ പവിത്രതയാണ്, മഹത്വമാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൽപ്പിച്ചതെങ്കിൽ ആ ബദറിലെ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലും അത്തരത്തിലുള്ള ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നോക്കിയേ നിങ്ങൾ, അബൂജഹലും കൂട്ടരും ഇറങ്ങിത്തിരിച്ചപ്പോൾ പിശാച് അവരുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കുന്ന ചില ചിന്തയുണ്ട്. സുറാഖത്ത് ബിൻ മാലിക്കിന്റെ രൂപത്തിൽ കടന്നു വന്നിട്ട് പിശാച് മുശ്രിക്കീങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുക, സുറാഖത്ത് ബിൻ മാലിക്കിന്റെ രൂപത്തിൽ. എന്നിട്ട് പറഞ്ഞു കൊടുത്തു. എന്താ ഖുർആൻ ആ വിഷയം കൃത്യമായി പറയാ. وَإِذْ زَيَّنَ لَهُمُ الشَّيْطَانُ أَعْمَالَهُمْ وَقَالَ لَا غَالِبَ لَكُمُ الْيَوْمَ مِنَ النَّاسِ وَإِنِّي جَارٌ لَكُمْ فَلَمَّا تَرَاءَتِ الْفِئَتَانِ نَكَصَ عَلَى عَقِبَيْهِ وَقَالَ إِنِّي بَرِيءٌ مِّنكُمْ إِنِّي أَرَى مَا لَا تَرَوْنَ إِنِّي أَخَافُ اللَّهَ വല്ലാഹു ശദീദുൽ ഇഖാബ്. അതേ പ്രിയപ്പെട്ടവരെ, വഇദ് സയ്യന ലഹുമുശ് ശൈത്വാനു അമാലഹും, പിശാച് അതേ അവർക്ക് അവർ ചെയ്യുന്ന ചെയ്തികളുണ്ടല്ലോ അത് അലങ്കാരമാക്കി തോന്നിപ്പിച്ചോ, അത് ഭംഗിയാക്കി തോന്നിപ്പിച്ചോ, അത് രസമുള്ള കാര്യമാക്കി തോന്നിപ്പിച്ചോ. വഖാല ലാ ഗാലിബ ലകുമുൽ യൗമ മിനന്നാസ്, തീർച്ചയായും ഇന്ന് ജനങ്ങളിൽ നിങ്ങളെ തോൽപ്പിക്കാൻ ആരും തന്നെയില്ല എന്നൊരു ചിന്ത അവരുടെ മനസ്സിൽ ഇട്ടുകൊടുത്തു പിശാച്. അതേ പിശാച് അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ജാറായിക്കൊണ്ട് സഹായിയായിക്കൊണ്ട് ഉണ്ടാവുന്നതാണ് എന്ന് പിശാച് അവർക്ക് ഒരു സാന്ത്വനമേകുന്ന വാചകങ്ങൾ പറഞ്ഞു കൊടുത്തു. സാന്ത്വനമേകുന്ന വാചകങ്ങളാണ് പറഞ്ഞു കൊടുത്തത്. ഞങ്ങളുണ്ട്, ഇറങ്ങി തിരിച്ചു എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ആ ഫലമ്മ തറാഅത്തിൽ ഫിഅത്താൻ, ആ രണ്ട് സംഘങ്ങളെ ഏറ്റുമുട്ടുന്ന രംഗത്തിയപ്പോൾ പിശാച് കയ്യൊഴിഞ്ഞു. അതാണ് ഇന്നി ബരീഉം മിൻകും, ഞാൻ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നവനാ, ഞാൻ നിങ്ങളിൽ നിന്ന് പോവാണ്. ഇന്നി അറാ മാ ലാ തറൗന, നിങ്ങൾ കാണാത്ത പലതും ഞാൻ കാണുന്നുണ്ട്. കാരണം മലക്കുകൾ ഇറക്കിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്ത് ബദറാണ് വിജയിപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, സാപത്തിങ്ങനെ വാള് പൊക്കുമ്പത്തിന് തലട് പോവാണ്, വാള് പൊക്കുമ്പത്തിന് തലട് പോവാണ്. ആ രൂപത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ബദറിൽ റബ്ബിന്റെ സഹായം ഇറക്കിയതെങ്കിൽ പ്രിയപ്പെട്ടവരെ, മുസ്ലിം ഉമ്മത്തെ നമുക്ക് വലിയ പാഠങ്ങൾ ഈ ഒരു ബദറിന്റെ ദിനങ്ങളിലുണ്ട്. നോക്കേ, അല്ലാഹു പറയാ, ഇത്തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നി മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. ഇത്തസ്തഗീസൂന റബ്ബക്കും, റബ്ബിനോട് സഹായം തേടിയപ്പോൾ ഫസ്തജാബ ലക്കും, ആ റബ്ബ് ഉത്തരം നൽകി. അന്നി മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ, മലക്കുകളെ ഇറക്കിയിട്ട്, ആയിരക്കണക്കിന് മലക്കുകളെ ഇറക്കിയിട്ട് അല്ലാഹ് സഹായിച്ചു എന്നുള്ളതാ ഇതിൽ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ മുസ്ലിം ഉമ്മത്തിൽ യോജിക്കുന്ന രൂപത്തിൽ ക്രമീകരിക്കാനും പ്രിയപ്പെട്ടവരെ, കൂടിയാലോചന എന്ന ഒരു ചിന്തയും ദീനുമായി ബന്ധപ്പെട്ട ഏത് കാര്യത്തിനിറങ്ങിയാലും റബ്ബിന്റെ സഹായം അവിടെ ഉണ്ടാകുമെന്നൊരു ചിന്തയും, റബ്ബിനോട് എന്ത് പ്രാർത്ഥിച്ചാലും പ്രിയപ്പെട്ടവരെ ആ പ്രാർത്ഥനക്ക് ഉത്തരം തരാൻ റബ്ബ് തയ്യാറാണ് എന്ന ബോധ്യമൊക്കെ ബദർ നൽകുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ചിന്തകൾ ഉണ്ടാകണം. രോഗമാണോ, റബ്ബിനോട് പ്രാർത്ഥിക്കാം. പ്രതിസന്ധികളാണോ, റബ്ബിനോട് പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കാം. മറ്റ് വർഷങ്ങളായിട്ട് മക്കളില്ലാത്ത പ്രയാസങ്ങളാണോ, റബ്ബിനോട് പ്രാർത്ഥിക്കാം. അതാണ് പ്രിയപ്പെട്ടവരെ ബദർ നമുക്ക് സമ്മാനിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഉദ്ഉല്ലാഹ വ അൻതും മൂഖിനൂന ബിൽ ഇജാബ, നിങ്ങൾ റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ റബ്ബ് ഉത്തരം നൽകുമെന്ന ബോധ്യത്തോടു കൂടി പ്രാർത്ഥിക്കണമെന്നുള്ളതാ. അതാണ് റസൂലുള്ളാഹി സഹാബത്തിന് കാണിച്ചു കൊടുക്കുമായിരുന്നു, ഇന്ന വ്യക്തികൾ ഇവിടെയാണ് മരിച്ചു വീഴുക എന്നുള്ളത്. അല്ലാഹു ഉദ്ദേശിച്ചാൽ ഇന്ന വ്യക്തികൾ ഇവിടെ കൊല്ലപ്പെട്ടു വീഴും, മരിച്ചു വീഴുമെന്ന് റസൂലുള്ളാഹി തലേ ദിവസം കാണിച്ചു കൊടുക്കുക സഹാബത്തിന്. ആ കോൺഫിഡന്റ് ആയിരുന്നു. റബ്ബിനോട് പ്രാർത്ഥിച്ചാൽ റബ്ബ് സഹായിക്കുമെന്ന
ഉത്തമ ബോധ്യമായിരുന്നു പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ റസൂലിനുണ്ടായിരുന്നത്. ആ പ്രാർത്ഥനയിൽ ഒരു മടി പോലും കാണിക്കാതെ പ്രവാചകൻ ഇറങ്ങി തിരിച്ചപ്പോ ബദർ വിജയത്തിന്റെ കൊടിപാറുമാർ ഇന്നും മുസ്ലിം ഉമ്മത്തിനെ അയവർക്കാൻ ഉപകരിക്കുന്ന ഒരു യുദ്ധമായി മാറി. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ഗുണപാഠങ്ങളും മറ്റുമൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതൻ മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. യാ അയ്യുഹന്നാസു ഉസികും ഇയ്യായ സാനിയം ബിതഖ്വല്ലാഹ്. ഉടമസ്ഥനായ റബ്ബുൽ ഇസ്സത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ നിഗ്രമേഖലയിലും പാലിച്ച് ജീവിതം ധന്യമാക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ തൗഫീഖ് നൽകുന്ന അടിമകളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള സഹായങ്ങൾ, റഹ്മാനായ റബ്ബ് പറഞ്ഞ കാര്യങ്ങൾ നാം നിർവഹിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു ആശ്വാസത്തെ പറ്റി ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. നോക്കിയ ആയത്ത് എത്ര സുന്ദരമാണെന്നറിയോ? മസലുല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹ് കമസലി ഹബ്ബത്തിൻ അംബതത് സബഅ സനാബില ഫീ കുല്ലി സുംബലത്തിൻ മിഅതു ഹബ്ബ വല്ലാഹു യുദാഇഫു ലിമൻ യശാ വല്ലാഹു വാസിഉൻ അലീം. പരിശുദ്ധ ഖുർആനിലെ വചനാണ്. എത്ര മനോഹരാണ് പ്രിയപ്പെട്ടവരെ. മസലുല്ലദീന യൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹ്. അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിന്റെ ഉപമ എങ്ങനെയെന്നറിയോ? കമസലി ഹബ്ബ, ഒരു ധാന്യമണിയെ പോലെയാണ്. ആ ധാന്യമണിയിൽ നിന്ന് പ്രിയപ്പെട്ടവരെ ഒരു ചെടി രൂപാന്തരം കൊള്ളുന്നു. ആ ചെടിയിൽ ഇതാ 7 കതിരുകൾ ഉണ്ടാകുന്നു. ഓരോ കതിരുകളിലും കുല്ലു സുംബലത്തിൻ മിഅതു ഹബ്ബ, 100ഓളം ധാന്യങ്ങൾ ഉണ്ടാകുന്നു. വല്ലാഹു യുദാഇഫു ലിമൻ യശാ വല്ലാഹു വാസിഉൻ അലീം. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹ് ഇരട്ടിച്ചു കൊടുക്കുന്ന പ്രിയപ്പെട്ട അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ആയത്താണത്. അള്ളാഹിന്റെ ഒരു ഉപമ നോക്കി നിങ്ങള്. നമ്മളൊരു നെൽവിത്തിട്ടിട്ട് ആ നെൽവിത്തിൽ നിന്നൊരു നെൽച്ചെടി രൂപപ്പെട്ടിട്ട് ആ നെൽച്ചെടിയിലൂടെ ഉണ്ടാകുന്ന കതിരുകളിൽ എത്ര ധാന്യമണികൾ പ്രിയപ്പെട്ടവരെ ഉണ്ടാകും. അത് മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി. അതുപോലെയാണ് അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവഴിക്കുക എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നിങ്ങളെ സമ്പത്ത് ഒന്നുപോലും കുറയില്ലട്ടോ സദഖ കൊടുത്താൽ. ഇത് റസൂലുള്ളാഹിന്റെ വചനാണ്. ഇത് ഉൾക്കൊണ്ട സഹാബത്ത്, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവർ നിങ്ങൾ ആരും പുണ്യം കരസ്ഥമാക്കൂല എന്ന് പറഞ്ഞപ്പോൾ പ്രിയപ്പെട്ട ആ ചരിത്രമൊക്കെ നമ്മൾ ഉൾക്കൊണ്ടതാണ്. ബൈറുഹാ തോട്ടം, മദീന പള്ളിക്ക് ചാരത്തുള്ള തോട്ടാണ് അല്ലേ? അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിന്റെ തോട്ടാണ്. റസൂലേ, ഇത് ഞാൻ അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ തയ്യാറാ റസൂലേ, കാരണം ഇന്ന അഹബ്ബ അംവാലി ഇലയ്യ ബൈറുഹാ, എൻ്റെ മുഴുവൻ സമ്പത്തുകളിലും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള തോട്ടം അത് ബൈറുഹാ തോട്ടമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് പറയാൻ കാണിച്ച മനസ്സുണ്ടല്ലോ, അതവരുടെ സ്വർഗ്ഗമായിരുന്നു അവരുടെ ലക്ഷ്യം എന്നുള്ളതാണ്. അബൂ ദർദ റളിയല്ലാഹു തആല അൻഹു ഒരു ജൂതന്റെ വീട്ടിൽ നിൽക്കുന്ന ഒരു ഈത്തപ്പഴത്തിന്റെ ഈത്തപ്പന ഒരു വർഷം പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വരിക. അപ്പൊ റസൂലുള്ളാഹി ചോദിച്ചു, ഈത്തപ്പന മരം ആരാണ് മേടിച്ചു കൊടുക്കുക? ആരാണ് മേടിച്ചു അവർക്ക് അല്ലേ? ആരാണ് മേടിച്ചു കൊടുക്കുക? അവർക്ക് അല്ലാഹ് കൊടുക്കും സ്വർഗം, അല്ലാഹ് കൊടുക്കും സ്വർഗം. എന്നിട്ട് ഈ ജൂതനോട് പറഞ്ഞതാ, 600 ഈത്തപ്പനങ്ങളുള്ള ഈത്തപ്പനമുള്ള അല്ലേ ആ പനയുള്ള തോട്ടം എനിക്കുണ്ട്, ഞാൻ തരാൻ തയ്യാറാ. അവർ കണ്ടത് സ്വർഗാണ്. അപ്പൊ ആ രംഗത്തൊക്കെ നമുക്കൊരു ശ്രദ്ധയും ചിന്തയും ഒക്കെ വേണം. പ്രിയപ്പെട്ടവരെ, പറയാനുള്ള പ്രത്യേക കാരണം നമ്മുടെ ദീന് പഠിക്കുന്ന സ്ഥാപനങ്ങൾ, ദീനെ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളെ സംരക്ഷിക്കേണ്ട ചുമതലയും ഉത്തരവാദിത്വവും നമുക്കാണ് അല്ലേ?
ദീനെ പഠിക്കുക, അത് പഠിക്കുന്ന ഒരു സമുദായം ഉണ്ടാവുക എന്നുള്ളത് നിർബന്ധ ബാധ്യതയാണ്. അതൊരു കൂട്ടം ഏറ്റെടുത്തുകൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കുക എന്നുള്ളത് ബാധ്യതയാണ്. നമ്മുടെ കുറേ മക്കൾ, പ്രിയപ്പെട്ടവരെ, അല്ലേ, 600-ലധികം വരുന്ന വിദ്യാർത്ഥികള് ജാമിയ അൽ ഹിന്ദ് അൽ ഇസ്ലാമിയ എന്ന സ്ഥാപനത്തില് പെൺകുട്ടികളായിട്ടും ആൺകുട്ടികളായിട്ടും പഠിക്കുന്നുണ്ട്. ഈ ഒരു സ്ഥാപനങ്ങളുടെ ചിലവ് അത് ഈ റമളാനിന്റെ ദിനങ്ങളിലൂടെയാണ് നാം കണ്ടെത്തുന്നത് എന്ന ഉത്തമ ബോധ്യമുള്ളവരാണ് ഈ ഇരിക്കുന്നവർക്കെല്ലാം. അതുകൊണ്ട് ആ ഒരു സ്ഥാപനത്തെ ഏറ്റവും നല്ല രൂപത്തിൽ സഹായിക്കണമെന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ്. 1,25,000 രൂപയുടെ മുകളിൽ, പ്രിയപ്പെട്ടവരെ, ദൈനംദിന കാര്യങ്ങൾക്ക് മാത്രം ഒരു ദിവസം ആ സ്ഥാപനത്തിന് ചെലവ് വരുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു മാസത്തെ കണക്കല്ലോ പറഞ്ഞത്, ഒറ്റ ദിവസത്തെയാണ്. മെയിൻ്റനൻസും മറ്റുള്ള ഒന്നുമല്ല. ഒരു ദിവസം ഭക്ഷണവും കാര്യങ്ങളും മറ്റുമൊക്കെയുള്ള കാര്യങ്ങൾ കൂട്ടിയിട്ട് 1,25,000 രൂപ മുകളിൽ ചെലവ് വരുന്നുണ്ട്. 5 കോടിയിലേറെ, പ്രിയപ്പെട്ടവരെ, ഒരു വർഷത്തിൽ ഓവറോൾ ചെലവ് വരുന്നുണ്ട്. ഇതിനെ സംരക്ഷിക്കേണ്ട ചുമതല നമ്മളെ കൊണ്ടുള്ളത് എന്താണോ? അണ്ണാരക്കണ്ണന് തെന്നാലായത് നമ്മുടെ ഭാര്യക്കോ പള്ളി കമ്മിറ്റിക്കോ സംഘടനക്കാർക്കോ ആർക്കും അല്ല. നമ്മുടെ കഴിവും നമ്മുടെ പ്രാപ്തിയും അറിയാം. അത് നമുക്ക് മാത്രമാണ് അറിയാം. അള്ളാഹ് പറയൂലേ മലക്കുകളോട്, ഹാദി, ഇത് എടുത്തട്ടോ, ഇതാണ് ഉപേക്ഷിച്ചിട്ടോ എന്ന് പറയുമ്പോൾ പടച്ചവന്റെ അടുത്ത് ബോധ്യപ്പെടുത്താൻ കഴിയുന്ന ഒരു കർമ്മം, ഒരു കൊടുക്കല്, പ്രിയപ്പെട്ടവരെ, അത് നമ്മിൽ ഉണ്ടാകണം എന്നുള്ളതാണ് ബോധ്യപ്പെടുത്താൻ. നമ്മുടെ പള്ളിയിൽ ഇന്ന് ആ ജാമിയ അൽ ഹിന്ദിന്റെ കളക്ഷനാണ്. ഏറ്റവും നല്ല രൂപത്തിൽ തന്നെ ചെലവഴിക്കാൻ തയ്യാറാകണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിനും കേട്ടതിനും ഒക്കെ ഉപരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങൾ നമസ്കരിച്ച നമസ്കാരങ്ങളും നോറ്റ നോമ്പുകളും കൊടുത്ത സദഖകളും സകാത്തുകളും റബ്ബേ സ്വീകരിക്കണേ. അല്ലാഹ്, ഇനിയുള്ള ബാക്കി ദിനങ്ങൾ ഏറ്റവും നല്ല രൂപത്തിൽ നിർവഹിക്കാനും ആ ദിനങ്ങളെ ഏറ്റവും നല്ല രൂപത്തിൽ പുൽകാനുമുള്ള തൗഫീക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണേ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് നോമ്പുകൾ നഷ്ടപ്പെട്ടു പോകുന്ന കുറേ സഹോദരങ്ങൾ റബ്ബേ പ്രതിഫലം നൽകണേ. അല്ലാഹുവേ, മറ്റിയാൽ മാറാത്ത രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ. അല്ലാഹുവേ, താങ്ങാൻ കഴിയാത്ത പ്രതിസന്ധികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് പ്രയാസം അനുഭവിക്കുന്നവർക്ക് അതിന്റെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوة ويا قاضي الحاجات. اللهم اعتقنا من النار. اللهم أدخلنا الجنة يا رب العالمين. ربنا تقبل منا صيامنا وقيامنا وصدقاتنا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.